റീൽസിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ട്രെൻഡ് ആണല്ലോ റീൽസ്. അത് റിയൽ ലൈഫിൽ വില്ലനോ എന്നുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്നിപ്പോ കോഴിക്കോടുണ്ടായ ഒരു സംഭവവികാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ആർക്കെങ്കിലും ഈ ഓഡിയോ ക്ലിയർ ആണോ, വിഷൻ ക്ലിയർ ആണോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന്. രാജു ഹായ് സഖാവേ, എന്തുണ്ട് വിഷയം? ഇന്നിപ്പോ കോഴിക്കോട് നിങ്ങൾ അറിഞ്ഞു കാണും, ഒരു 20 വയസ്സുകാരന്റെ ജീവനെടുത്ത റീൽസ് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു റീൽസ് വില്ലനാണെന്ന് പറയാൻ പറ്റാത്ത വിഷയമാണ്. രാജേഷ് ദിലീപ് തങ്കപ്പൻ, ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അറിഞ്ഞല്ലോ അല്ലെ? നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു എന്റർടൈൻമെന്റ് ആണ് റീൽസ് എന്ന് പറയുന്നത്. ആ റീൽസ് ഇപ്പോ നമ്മുടെ യുവത്വത്തിന്റെ ജീവന് വില്ലനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഭീഷണി ആയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. ഇതിപ്പോ കോഴിക്കോടുണ്ടായ സംഭവം ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തപ്പോൾ ഉണ്ടായ അപകടമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ്. ആൽവിൻ എന്ന 20 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം, അതിന് റീൽസ് എടുക്കുന്നതിനിടയിലുള്ള ഒരു സംഭവവികാസമാണെന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു കിഡ്നി പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ട്, അതായത് പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായി ഫോട്ടോഗ്രാഫി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തപ്പോൾ ഉണ്ടായ അപകടമാണ്. ഡിഫൻഡർ എന്നൊരു പുതിയ വാഹനം തട്ടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഷൂട്ടിനിടയിൽ. പക്ഷേ ആ വിഷയത്തിൽ അത് മാറ്റി നിർത്താം. അതൊരാളുടെ ഉപജീവന മാർഗത്തിന്റെ പേരിൽ ചെയ്ത ആ സംഭവമായതുകൊണ്ട് നമുക്കത് മാറ്റി നിർത്താം. അതിന്റെ വസ്തുതകൾ പുറത്തു വരട്ടെ. നമ്മൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ആൽവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിനെ നമുക്ക് മാറ്റി നിർത്തിയതിനു ശേഷം ജീവിതത്തിൽ റിയൽ ലൈഫിൽ റീൽസ് ഇപ്പോ സകല യുവത്വത്തിന്റെയും, യുവത്വം എന്ന് മാത്രം പറയാനില്ല, എല്ലാത്തരം മനുഷ്യരും അതിൽ പങ്കാളിയാകുന്നുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ ഇത് വില്ലനാകുന്നുണ്ടോ എന്നുള്ള സംശയം വളരെ ഒരു ശക്തമായി ഉയർന്നു വരികയാണ്. ചിലരുടെ ജീവനൊക്കെ ഇത് എടുത്ത സംഭവങ്ങൾ പലതുമുണ്ട്. അതായത് അഡ്വഞ്ചറാണ്, സാഹസികതയിലൂടെ പേരെടുക്കാൻ പരിശ്രമിക്കുക. അത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പെട്ടെന്ന് വൈറലാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നെ എങ്ങനെയും പെട്ടെന്ന് നാട്ടുകാർ അറിയണം, എന്റെ പേര് ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റല്ല. അതൊക്കെ ഓരോ മനുഷ്യരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം, ആ പ്രകടിപ്പിക്കുന്നത് ഓരോരുത്തരുടെ കഴിവുകൾ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് പലരും ഈ റീൽസ് ചെയ്യുന്നത്. പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, ചിത്രരചനകൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ്, അങ്ങനെ പലതരത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ലിപ്സിങ്കിങ് ആണ്. അതായത് സിനിമാ ഡയലോഗുകൾക്കൊപ്പം വാചകങ്ങൾ പറയാനുള്ള സാമർഥ്യം, ഇതൊക്കെ കാട്ടിയാണ് പലരും ചെയ്യുന്നത്. പലരും വൈറലായിട്ടുണ്ട്, പലർക്കും അത് ഉപജീവന മാർഗമായി മാറിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയിലുള്ള കുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഏണിങ്സിന് ഒരു അവസരം ഉണ്ടാവുകയാണ്. അത് നല്ല കാര്യം. ഒരു വരുമാനം ഉണ്ടാകുന്നു എന്നൊരു ആംഗിളിൽ നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഈ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം, കാര്യം പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ സൂപ്പറാണ്, ഞാൻ സെറ്റപ്പാണ്, ഈ വാക്കുകൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അപകടകരമാകുന്നുണ്ട്. അത് ജീവന് ഭീഷണിയാകുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള വീഡിയോകൾ മുൻപും കണ്ടിട്ടുണ്ട്. ഒപ്പം റീൽസ് എന്നത് ഒരു ചതിക്കുഴിയും കൂടിയാകുന്നുണ്ട്. നിരവധി പേരെ ഈ റീൽസിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ചെന്ന് ഇതിന്റെ ചതിക്കുഴികൾ അറിയാതെ ജീവിതങ്ങൾ തൊലയപ്പെട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നമ്മളുടെ പാരന്റ്സിന്റെ ജാഗ്രത കുറച്ചുകൂടി കൂടണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ ഒരു ആഗ്രഹം, കാര്യം അതിന് നമുക്ക് തടയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ റീൽസ് വേണ്ട എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചെങ്കിലും ഇവരെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടാകണം, മോണിറ്റർ ചെയ്യാനുള്ള കഴിവുണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം വൈറൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. വൈറലാകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദൈനംദിനം നമ്മുടെ ഫോണുകൾ നോക്കിയാൽ അങ്ങനെ വൈറലായിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു ദിവസം കൊണ്ട് വൈറലായി പോകുന്ന ആൾക്കുള്ള ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഓരോ ദിവസവും വരുന്നവർ ആൾക്കാരുടെ മറവിയിലേക്ക് അങ്ങ് വീണ് പൊയ്ക്കൊണ്ടിരിക്കും. ആ ഒരൊറ്റ വൈറലിന് ശേഷം പിന്നീട് അവരെ കുറിച്ച് ആരാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റാതെ പുതിയ പുതിയ ആൾക്കാരിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ തന്നെ അടുത്ത ആളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള വൈറൽ ആയിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ഒരു ദിവസം നിങ്ങൾ ആഘോഷിക്കപ്പെടും, പിന്നീട് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? ആ ഏറ്റവും മുകളിൽ നിന്ന് കുത്തനെ താഴെ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഭയങ്കര നിരാശ ഉണ്ടാകും. ആ നിരാശ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അതാകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത് പലതരത്തിൽ
നിങ്ങളെ തന്നെ നിരാശയിലാക്കി നിങ്ങൾക്ക് തന്നെ ഈ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പേരിൽ പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ ഈ പെട്ടെന്ന് ആ വാക്ക് വായിൽ തുമ്പുന്നങ്ങ് നഷ്ടപ്പെട്ടു. പെട്ടെന്ന് നമുക്ക് ഈ ഡെസ്പടിച്ചുണ്ടാകുന്ന ആ പ്രശ്നമുണ്ടല്ലോ, ആ രോഗം, ആ വായുടെ നാക്കിന് തുമ്പുന്നത് മിസ്സായിപ്പോയി. അപ്പൊ അങ്ങനത്തെ അസുഖം ഡിപ്രഷൻ അടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ആ ഡിപ്രഷൻ പ്രശ്നം കാരണം പലർക്കും ഈ ഗ്ലൂമി അടിച്ച് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചികിത്സകൾ പോലും തേടേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെട്ടെന്ന് വൈറലാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഒരു ചെടിയായിട്ട് തന്നെ ആലോചിച്ച് നോക്കും. ഒരു ചെടി നിരന്തരം, അതായത് പെട്ടെന്ന് അതിന് വേരാഴ്ന്നിറങ്ങാതെ അത് മുകളിലേക്ക് വളർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? വേരാഴ്ന്നിറങ്ങാതെ മേൽമണ്ണിൽ മാത്രം നിന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്നൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അത്രേ ഉണ്ടാകുള്ളൂ. അത് ആഴ്ന്നിറങ്ങിയിട്ടാണ് നിങ്ങളുടെ പേരും പ്രശസ്തിയൊക്കെ വരുന്നത്. കാര്യം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകൾ അത് ആൾക്കാരെ ബോധ്യപ്പെടുത്തി സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കണ്ടന്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താതെ വെറുതെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ക്ലിക്ക് ആവുക, അതേ ഫോഴ്സിൽ തന്നെ അങ്ങ് താഴെ പോവുക. എത്ര പേരുകൾ നമ്മൾ ഓരോ ദിവസം വൈറലായി ചർച്ച ചെയ്തു, ചാനലുകളിലൂടെ വന്നു, അവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അതേപോലെ തന്നെ അങ്ങ് ഡൗൺ ആയി പോവുകയാണ്. അതായത് കണ്ടന്റ് പിന്നീട് എന്തില്ല, ആ ഒരു സംഭവം അല്ലാതെ പിന്നീട് വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? ആ കിട്ടിയ ഒരു സ്പേസ് അത് നിലനിർത്താൻ പറ്റാതെ വരും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റീൽസ് ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ ചില ഊളത്തരങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇതിനകത്ത് കിടന്നിട്ട്, അവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ചില വ്യക്തിത്വങ്ങളൊക്കെ കോപ്രായങ്ങൾ കാട്ടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതായത് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഊളത്തരങ്ങൾ കാട്ടുക എന്നുള്ളതാണ്. ആ ഊളത്തരങ്ങൾ കാട്ടി ശ്രദ്ധിക്കപ്പെടുന്നവർ പോലും ഇതിലുണ്ട്. അവർക്ക് വലിയ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതിൽ കണ്ടന്റിന് പ്രാധാന്യം കിട്ടാത്തൊരു അവസ്ഥയുണ്ടെന്നാണ്. പക്ഷേ ഈ റീൽസിന് വേണ്ടി ചിലർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത്തരം കാര്യങ്ങൾ ചെയ്ത് പേരെടുത്തിട്ട് സമൂഹത്തിന്റെ ഇടയിൽ ജളിച്ചടക്കുന്നവരുണ്ട്. കുറച്ചുപേർ ജീവൻ പണയം വെക്കുന്നുണ്ട്. അതായത് ഈ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടുണ്ട്, ഡൈവ് അടിക്കുന്നത്, അതായത് പാലത്തിന്റെ മുകളിൽ നിന്ന് ഡൈവ് അടിച്ചിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിനെ കുറച്ച് സ്ലോ മോഷനൊക്കെ കൊടുത്ത് മ്യൂസിക് കൊടുത്തിട്ട് ആ സാഹസികത കൊണ്ട് കുറച്ചു പേർ വലിയ സംഭവമാണെന്നൊക്കെ പറയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതുണ്ടാക്കുന്ന അപകടങ്ങൾ എത്ര കുടുംബങ്ങൾ ഇന്നിപ്പോ ഒരു തീരാവേദന അനുഭവിക്കുന്നുണ്ടെന്നറിയാം. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ പെട്ടെന്ന് വൈറലാകാനുള്ള മനോഭാവത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സാഹസികതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക. കാര്യം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ബൈക്കുകളിലൊക്കെ എത്ര അപകടങ്ങൾ നടന്നിരിക്കുന്നു, എത്ര ചെറുപ്പങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ അവർക്ക് ഇതിന്റെ വരും വരായികയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. ചതിക്കുഴികളുണ്ട്, ഓൺലൈൻ ചതിക്കുഴികൾ എന്ന് പറഞ്ഞാൽ എത്ര പെൺകുട്ടികളെ ഇത് ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ റീൽസിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വൈറലാകുമ്പോൾ ഫാൻസുകാർ വരും. ഫാൻസുകാരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. ഈ വല്ലാതെ ഇവരൊക്കെ ചാൻസ് കൊടുക്കുക, അത് കൊടുക്കുക, ഇതെന്നോ കൊടുക്കുക എന്നുള്ള പ്രലോഭനങ്ങളിലൊക്കെ വീഴുന്നുണ്ട്. പെൺകുട്ടികൾ ഈ മാനസികാവസ്ഥയിൽ ചെന്ന് ചാടിക്കൊടുക്കുന്ന ചതിക്കുഴികളിലൂടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ, ഫ്യൂച്ചർ തൊലഞ്ഞു പോകുന്ന അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഇതിനെ സംബന്ധിച്ച് അലർട്ട് കൊടുക്കുമ്പോഴും നമ്മുടെ ഈ കുട്ടികൾക്കൊന്നും സാമൂഹിക ബോധം കുറവാണ് എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. സാമൂഹിക ബോധം കുറയുമ്പോൾ അവർക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ചും അറിയില്ല, വരും വരായികയെക്കുറിച്ച് അറിയില്ല. വന്നു കഴിഞ്ഞ് ചെന്ന് ഈ ചതിക്കുഴികളിൽ പെട്ടതിന് ശേഷം അവിടെ കിടന്ന് കയ്യും കാലൂട്ട് അടിക്കുന്ന സന്ദർഭങ്ങളിൽ പാരന്റ്സ് പോലും ഇതിനോടൊപ്പം പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. അപ്പോ റീൽസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകളെ ഇന്നിപ്പോ എല്ലാ വ്യക്തികൾക്കും സമൂഹത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല വേദിയാണ്. അതിനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കിട്ടുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ച് അതിൽ നമ്മൾക്കൊരു അംഗീകാരം കിട്ടുക, അതിലൂടെ നമ്മൾ അറിയപ്പെടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ യാതൊരു തരത്തിലും കഴിവുകളില്ലാതെ ചില പെൺകുട്ടികളൊക്കെ ഇപ്പൊ എക്സ്പോസ് ചെയ്ത്, അതായത് ബോഡി എക്സ്പോസ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കുള്ളിലൂടെയൊക്കെ എന്ത് നേടാനാണ്? ആ എക്സ്പോസിലൂടെയൊക്കെ കുറച്ച് ദിവസം അവർക്ക് ശ്രദ്ധ കിട്ടും, അതേപോലെ തഴയപ്പെടും. അങ്ങനെ ഉള്ളവരെയൊക്കെ ചൂഷണം ചെയ്യാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് ഇതിനകത്ത് തന്നെ കാത്തിരിപ്പുണ്ട്. കാര്യം എല്ലായിടത്തുമുണ്ട് പ്രശ്നക്കാർ. ആ പ്രശ്നക്കാർ നിങ്ങളുടെ ജീവിതത്തെ തൊലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത്
തിരിച്ചറിയാനാകാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വ്യാപാരം നടക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ റീൽസ് എന്ന് പറയുന്നത്. റീൽസ് ലോകത്തേക്ക് കടക്കുമ്പോൾ ഇത് ചിലർക്ക് ചെയ്യാതെ കാണാതെ ഒന്നും ഒരിക്കലും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചില കുട്ടികളുടെയൊക്കെ ഉദാഹരണങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. ഇതെന്തോ ഒരു വിഭ്രാന്തി പോലെയാണ്. ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഫോൺ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു വലിയ അഡിക്ഷൻ പോലെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ ടാഗ് ചെയ്യുക. പിന്നീട് ഈ ഇൻസ്റ്റയിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ പറയുന്ന ചില ബെസ്റ്റികളെ കണ്ടെത്തുക, ജീവിതത്തിന്റെ ഭാഗമല്ലാതാകുക. വീട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. അല്ലെങ്കിൽ അവർ കരുതുന്നുണ്ട് മോള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞ് പ്രചോദനം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. കാര്യം ഈ ചെയ്യുന്നത് എന്താണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശേഷി ആർക്കുണ്ടാകണം? ആ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകണം. ഈ അപകടം നടന്നു എന്ന് പറയുന്ന പല സംഭവങ്ങളിലും നമ്മൾ നോക്കിയാൽ എനിക്ക് ഒരു പക്ഷേ ഈ ടൈമിംഗ് തെറ്റിപ്പോയാൽ എന്റെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള ഒരു ഭയപ്പാടില്ലാത്ത ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമാണ്. ഈ അടുത്ത ദിവസം ദീപാവലി ദിവസങ്ങളിൽ ഇതുപോലെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ കാണാനുണ്ട്. അതായത് റീൽസ് എടുക്കാൻ വേണ്ടി പടക്കിന് മുകളിൽ ഒരു പെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുത്തി കത്തിച്ചു കൊടുത്തു, പൊട്ടി. അതായത് ധൈര്യം കാണിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുകയാണ്, ഒരു പയ്യൻ ഇരിക്കുകയാണ്. അത് പൊട്ടിത്തെറിച്ച് ആള് സ്പോട്ടിൽ മരിക്കുകയാണ്. നഷ്ടം ആർക്കാണ്? ഒരു എന്റർടൈൻമെന്റ് വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ ഹീറോയിസം കാണിക്കാൻ, കൂട്ടുകാരുടെ മുന്നിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന അപകടങ്ങളിലൂടെ ഓരോ വീടുകളിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ് തകർന്നു പോകുന്നത്. അപ്പോ നമ്മുടെ കുട്ടികളെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് ഒരിക്കലും നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നതിന്റെ നേർവഴികൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ ഒരു ഗൈഡായിട്ട് ഒപ്പം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മൾക്കാദ്യം സ്വയം കാഴ്ചപ്പാട് വേണം. കാര്യം കുട്ടികളുടെ അടുത്ത് ചെന്നൊരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അറിയാൻ ശ്രമിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ശരിതെറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക്, അതായത് ഇതിൽ ഒരുപക്ഷെ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത അവസ്ഥയിൽ ഇതിൽ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇടപെടാൻ പറ്റാത്ത അവസ്ഥയാകും. ഇടപെടാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നേരത്തെ റീൽസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ്. യൂട്യൂബർ ആയിട്ടുള്ള ഒരുത്തൻ കാറിൽ മറ്റേ ടാങ്ക് ഒക്കെ കെട്ടിയിട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ അവസാനം മോട്ടോർ വാഹന വകുപ്പ് അവന്റെ ആജീവനാന്ത ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇവിടെ കോട്ടയത്തോ കൊല്ലത്തോ ആണ് ഒരു യൂട്യൂബർ വലിയ വൈറൽ കണ്ടന്റുകൾ എന്ന രീതിയിൽ ചെയ്യുന്ന ഊളത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഇതാണ് വലിയ എന്റർടൈൻമെന്റ് എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ പല പിള്ളേരും ഈ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ആ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അവർ ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര വഷളത്തരം ചെയ്യുന്നവർക്ക് പോലും വലിയ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ കൂടി എന്ത് ചെയ്യാണ് വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഹീറോയിസം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൃത്യമായിട്ട് ഉപദേശിക്കാനും ഗുണദോഷിക്കാനും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യാതെ അവന് കാര്യങ്ങൾ അറിയാം, അവർക്ക് കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ നാളെ അവൻ കാര്യങ്ങൾ അറിയാമെന്ന് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യാതിരുന്നാൽ നാളെ നിങ്ങൾ കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും സംഭവിച്ചാൽ വേദന അനുഭവിക്കണം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വില പിടിച്ചാൽ നിങ്ങൾ കൂടി അതിന്റെ പിന്നാലെ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരും. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് റീൽസ് എന്നൊക്കെ പറയുന്നത് ചെയ്യണ്ട എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടന്റ് ഓറിയന്റഡ് ആകണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കണം. കാര്യം അവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കട്ടെ. അല്ലാതെ ഈ എന്ത് കൂത്താട്ടവും കാണിച്ച് ഞാൻ പ്രശസ്തനാകാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നാളുകളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അവർക്ക് തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറിക്കഴിയും. ഈ ഇൻസ്റ്റഗ്രാം എടുത്തു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തെറി വിളിക്കുന്ന ഏതോ ഒരു പയ്യൻ ഈ അടുത്ത ദിവസം, അതായത് ഈ വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ കണ്ണീരൊക്കെ കാണുമ്പോൾ അതിന്റെ തൊട്ടടുത്തിരുന്ന് ചിരിക്കുന്ന വീഡിയോ ഇടുകയാണ്. അതൊരു വലിയ വിവാദമായി. അവസാനം അവനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കാര്യം ഈ ഇമോഷണലി ആൾക്കാർ വല്ലാതെ വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് അവൻ അതിന്റെ സൈഡിൽ ഇരുന്ന് ചിരിക്കുകയാണ്. അവർ സങ്കടപ്പെട്ട് പറയുന്ന കാര്യങ്ങളെ അവൻ അങ്ങ് പൊട്ടി ചിരിക്കുന്ന വീഡിയോ. ഇതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോ 5 പേർ ഇതൊക്കെ കാണുമ്പോൾ സെറ്റപ്പ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ, അതായത് സാമൂഹ്യ ബോധം വേണമെന്ന് നേരത്തെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന, ഇല്ലായ്മ, അവരുടെ എല്ലാത്തരം പ്രശ്നങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ശേഷി കൂടി നമ്മുടെ മക്കൾക്കുണ്ടാകുമ്പോഴാണ്
ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് കൂടി കുറച്ച് ഗൗരവതരമായിട്ടുള്ള മനസ്സുണ്ടാകുന്നത്. ഗൗരവതരമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന കണ്ടന്റുകളും ഗൗരവതരമായി മാറുള്ളൂ, സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങളായി മാറത്തുള്ളൂ. അല്ലാതെ നല്ല നല്ല കണ്ടന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന കുട്ടികൾ, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന, ഇതൊരു ക്രിയേഷനും ഇല്ലാതെ എങ്ങനെയും വൈറലാകാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴും, ഈ അഡ്വഞ്ചർ ആയിട്ടോ അല്ലെങ്കിൽ സാഹസികമായി ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും എനിക്ക് പെട്ടെന്ന് മറ്റുള്ളവർ അറിയണം, ഞാൻ സൂപ്പർ ആണെന്ന് പറയണ മൈൻഡ് സെറ്റ് ആണെങ്കിൽ അത് ജീവന് ഭീഷണി തന്നെയാണ്. റിയൽ ലൈഫിൽ അതുകൊണ്ട് തന്നെയാണ് റീൽസുകൾ ഒരു വെല്ലുവിളിയായി മാറുന്നത്. യുവത്വത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത് അവർക്കൊരു പാഷനായി മാറിയ ഒരു സാഹചര്യത്തിൽ അവരെ ഇതിന്റെ നേർവഴികളെ കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനും പാരന്റ്സിന് കഴിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പൊ പാരന്റ്സ് മാത്രമല്ല, മുതിർന്നവര്, കുടുംബാംഗങ്ങൾ, അച്ഛനും അമ്മയും, അങ്ങനെ എല്ലാവരും ചേർന്ന് കൂട്ടത്തോടെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം എന്നുള്ള ഒരു ഉപദേശവും അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പ്രചോദനം കൊടുത്താൽ, അത്തരം വീഡിയോസ് കാണിച്ച് നിങ്ങൾക്ക് അവരെ ഇത്തരം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുത്താൽ കുറച്ചുകൂടി അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് വരും കാലങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ കൂടുതൽ കൂടുതൽ ചതിക്കുഴികൾ, കാര്യം ഇന്നത്തെ എല്ലാത്തരം ഫ്രോഡ് പരിപാടികൾക്കും സോഷ്യൽ മീഡിയ ഒരു വലിയ മറയാണ്. അതിന്റെ മറ പറ്റി തന്നെയാണ് പലതരത്തിലുള്ള ഡ്രഗ്സ് വ്യാപാരമായിക്കോട്ടെ, യുവത്വത്തെ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോ അത്തരം മേഖലകളിലെ ചതിക്കുഴികളിൽ ചെന്ന് പെടാതെ അവരെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടി ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇടപെട്ടാൽ നാളുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരില്ല എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആശിഷ് രാഘവ്, എനിക്ക് കുറ്റബോധമില്ല, എന്ത് കാര്യത്തിലാണെന്ന് അറിയില്ല, കേൾക്കാം. ഏത് കാര്യത്തിലും സ്വയം നിയന്ത്രിതമായ അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിന്റെ ലംഘനമാണ് പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. അതെ, രാജേഷ് പി ദിലീപിന്റെ ഒരു അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. അതായത് സ്വയം നിയന്ത്രണം, മനുഷ്യർക്ക് ഈ സ്വയം നിയന്ത്രണം എന്ന് പറഞ്ഞ ആ വാക്ക് വളരെ കറക്റ്റാണ്. കാര്യം മാനസികമായിട്ട് നമുക്ക് ഒരു വിഷയം ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊരു സ്വയം ആ വിഷയത്തിൽ ഒരു അനലൈസിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ അബദ്ധമായിരിക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് മാത്രം ചിന്തിക്കുന്ന രീതിയിലുള്ള മനോഭാവങ്ങളാണ് പലപ്പോഴും പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നപ്പെടുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ പാരന്റ്സ് തന്നെയാണ്. ചെറുതിനെ മുതൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും അവർക്ക് അതുകൊണ്ട് ഈ അവർ സ്വയം മാനസികമായിട്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു തോന്നലിൽ വളരും. അങ്ങനെയല്ല, തെറ്റുകൾ കണ്ടാൽ അതിനെ തിരുത്തേണ്ടതുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അച്ഛനമ്മമാരെ മർദ്ദിക്കുന്ന മക്കളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഞെട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ തന്നെയാണ്. ചെറുതിലെ അച്ഛനും അമ്മയും മുതിർന്നവരെയൊക്കെ അടിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അത് തെറ്റാണെന്ന് പറയാറില്ല. സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവൻ ചിരി കണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ഇവന്റെ മനസ്സിൽ പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ മനസ്സിൽ പതിയുന്നവൻ നാളുകളിൽ ഇത് തെറ്റാണെന്ന് അവന്റെ മനസ്സിലുണ്ടെങ്കിലല്ലേ അവൻ അതിൽ നിന്ന് ചെയ്യാതിരിക്കുള്ളൂ. അന്ന് നിങ്ങൾ ശിക്ഷിക്കാതെയും അത് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയാതെ അത്തരം കാര്യങ്ങളെ ആസ്വദിച്ച് ചിരിച്ച് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ വലുതാകുമ്പോൾ മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരാൾ ചെറുതിലെ പഠിക്കുന്ന കാര്യങ്ങൾ, ചെറുതിലെ തെറ്റാണെന്ന് തോന്നാത്ത കാര്യം വലുതാകുമ്പോൾ സ്വയം മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു സ്വയം മനസ്സിലാക്കൽ ഉണ്ടാകില്ല. എല്ലാത്തരം മനുഷ്യരുടെയും മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവൻ സ്വമേധയാ അവന്റെ ബ്രെയിനകത്ത് ഓരോ കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്ന രീതി ചെറുതിലെ അവന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജീവിത അവസാനം വരെ അവന്റെ ഒപ്പം കാണുമെന്നേ. അപ്പോ ആ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ചെറുതിലെ എപ്പോഴും പുറത്തെടുക്കുന്ന കാര്യം അവൻ എപ്പോഴും എടുക്കണമെന്നില്ല. പക്ഷേ അവന്റെ ടെമ്പർ തെറ്റുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ സ്വാഭാവികമായിട്ട് ഇമോഷണലി അവന് മറ്റു മുതിർന്നവരെയോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന അച്ഛനമ്മോ ആരെയൊന്നും അടിക്കാൻ ഒരു തരത്തിലും എന്തുണ്ടാകില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. കാര്യം ചെറുതിനെ മുതൽ അവൻ ചെയ്തിട്ടുണ്ട്, അത് തെറ്റല്ല, അന്ന് ചിരിച്ചിരിക്കുകയാണ്. അപ്പൊ അവന്റെ മൈൻഡിൽ എന്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് വീഡിയോ കാണിച്ച് ഉപദേശിക്കുക അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും അത് പാരന്റ്സ് മുഖേന തന്നെയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് അതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമെന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ പലതും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളും കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾ കൂടി അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നാളെ ചെയ്യുന്ന തെറ്റുകൾക്ക് പരിപൂർണമായ ഉത്തരവാദികൾ നിങ്ങളാണ്. കാര്യം ഇന്നലകളിൽ വീടുകളിൽ തിരുത്തൽ ഉണ്ടാകാതെ പോയ കാര്യങ്ങളാണ് പലതും അവൻ ഇപ്പോഴും കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ചെറുതിനെ അവൻ കാണിച്ച സമയത്ത് അതിനെ നിങ്ങൾ ചിരിക്കുകയും അതിനെ
തിരുത്താതെ തയ്യാറാകാതെ വലുതാകുമ്പോൾ മാറിക്കോളൂ എന്ന് വിചാരിക്കുന്ന നിങ്ങൾ ആ തെറ്റിനെ നിങ്ങൾ പ്രോത്സാഹനം കൊടുത്ത് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റി എന്നൊരു വലിയ തെറ്റ് അവരോട് ചെയ്യുന്നുണ്ട്. അത് അവൻ പിന്നീട് ഒരു വളർന്നതിന് ശേഷം കാണിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതാണ് ഇപ്പോൾ കാണുന്ന എല്ലാത്തരം കാര്യങ്ങളും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് അവരോട് സംസാരിക്കാനും അവരെ തിരുത്താനുമുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കളിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല. അത് അവർക്ക് തന്നെ നിയോഗിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ആരോട് പറയാൻ, ആരോടെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ സജീവേട്ട. അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സംസാരിക്കാതിരുന്ന ഇതൊക്കെ അങ്ങ് സംഭവിച്ചോട്ടെ എന്നങ്ങ് വിചാരിച്ചാല് ജീവിതത്തില് കുറേയേറെ പേർക്ക് വിഷമം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ളവർക്ക് സംഭവിക്കുമ്പോഴായിരിക്കും നമുക്കിത് വലിയ വേദനയായിട്ട് മാറുന്നത്, അവർക്കത് പറ്റിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ പറയുന്ന കേട്ടിട്ട് അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അത് ചെയ്യണമെന്നൊരു തോന്നലോ അല്ലെങ്കിൽ ഒരു തിരുത്തലിനോ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. മറ്റൊരു ഗുണവും കൊണ്ടല്ല. ഓരോ രക്ഷിതാക്കളെയും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ എന്നുള്ളത്. അത് കാണുമ്പോൾ സ്വയം പലയിടങ്ങളിലെ ഇൻസിഡന്റ് കാണുമ്പോൾ ഞാൻ എന്നെ നവീകരിക്കാനും എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളിൽ വളരെ കർശനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ പ്രാപ്തരാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ അങ്ങനെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് മറ്റൊരിടത്ത് നടക്കുന്ന ഇൻസിഡന്റും അത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. അവിടെ നമ്മളൊന്ന് ആ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളായിരുന്നെങ്കിലും. അപ്പോഴാണ് നമുക്ക് കുറച്ച് തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോ വീടുകളിൽ റീൽസ് നടത്തുന്ന നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അവരെന്ത് ചെയ്താലും നിങ്ങൾ അതിനെ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ നാളുകളിൽ നമ്മളത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു വ്യക്തിക്കും അങ്ങനെ പാഷനായി മാറിയ റീൽസിലൂടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. ആ ഒരു സംഭവങ്ങൾ വീടുകളിൽ വലിയ വേദനയായി മാറാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ തന്നെയാണ് ഇടപെടാനുള്ളത് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രി 9:30 കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ച് നേരെ നല്ലൊരു ഉറക്കത്തിലേക്ക് അങ്ങ് പോകാൻ ആശംസിക്കുന്നു. ഗുഡ് ബൈ. നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം.